നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം 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 ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ്. ചന്ദ്രമാസ പ്രകാരം കറുത്ത വാവ് കഴിഞ്ഞും വെളുത്ത വാവും കഴിഞ്ഞു വരുന്ന 11ാം ദിനത്തെയാണ് ഏകാദശിയായി കണക്കാക്കുന്നത്. ഈ ദിനം മഹാവിഷ്ണുവിന് ഏറെ പ്രിയപ്പെട്ട ദിനമായി വിശ്വസിക്കപ്പെടുന്നു. ഏകാദശി ദിനങ്ങളിലെ സന്ധ്യാപ്രാർത്ഥനകളിൽ വിഷ്ണു സ്തുതികൾ കൂടി ഉൾപ്പെടുത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ കഴിഞ്ഞാൽ ഏറെ ഉത്തമം. ഇനി സന്ധ്യാനാമത്തിന്റെ സമയമാണ്, കേൾക്കാം. കുഴൽ ഞാൻ ഒളിച്ചു വയ്ക്കും, എൻ്റെ പൊന്നോമന കണ്ണൻ തിരഞ്ഞു വരും. കണ്ണാരം പൊത്തി കളിക്കാനേ എത്തുമ്പോൾ കണ്ണു നീ നല്ല കൂട്ടുകാരൻ, ഒന്നു പിണങ്ങാനും വയ്യാത്ത കളിത്തോഴൻ. കുഴൽ ഞാൻ ഒളിച്ചു വയ്ക്കും, എൻ്റെ പൊന്നോമന കണ്ണൻ തിരഞ്ഞു വരും. കണ്ണാരം പൊത്തി കളിക്കാനേ എത്തുമ്പോൾ കണ്ണു നീ നല്ല കൂട്ടുകാരൻ, ഒന്നു പിണങ്ങാനും വയ്യാത്ത കളിത്തോഴൻ. തട്ടിൽ പൂട്ടിവച്ചു വന്നു വാരിയെറിഞ്ഞു നീ കൊല്ലിക്കുരു. ഓട്ടുരുളിത്തട്ടിൽ പൂട്ടിവച്ചു വന്നു വാരിയെറിഞ്ഞു നീ കൊല്ലിക്കുരു. നീരസം താനേ മറന്നു കണ്ണ നിന്റെ പാലൊഴി പുഞ്ചിരിക്കെന്തു ചന്തം. താനേ മറന്നു കണ്ണാ നിന്റെ പാലൊളി ചിരിക്കെന്തു ചന്തം. ഏതു കോപവും തോൽപ്പിക്കും നിന്റെ ചന്തം. പൊന്നോടക്കുഴൽ ഞാൻ ഒളിച്ചു വയ്ക്കും, എൻ്റെ പൊന്നോമന കണ്ണൻ തിരഞ്ഞു വരും. കണ്ണാരം പൊത്തി കളിക്കാനേ എത്തുമ്പോൾ കണ്ണാ നീ നല്ല കൂട്ടുകാരൻ, ഒന്നു പിണങ്ങാനും വയ്യാത്ത കളിത്തോഴൻ. പൈമ്പാൽ കടഞ്ഞമ്മ മാറ്റിവച്ചു, നല്ല വെണ്ണയുറികൾ ഞാൻ കണ്ടുവച്ചു. പൈമ്പാൽ കടഞ്ഞമ്മ മാറ്റിവച്ചു, നല്ല വെണ്ണയുറികൾ ഞാൻ കണ്ടുവച്ചു. എന്നെ മറന്നു നീ വെണ്ണ കവർന്നുണ്ട് കാഴ്ചയിൽ ഇന്നെൻ്റെ മനം നിറഞ്ഞു. എന്നെ മറന്നു നീ വെണ്ണ കവർന്നുണ്ട് കാഴ്ചയിൽ ഇന്നെൻ്റെ മനം നിറഞ്ഞു.
മറഞ്ഞു ഇന്നി പ്രാണസതീർത്തിയു പശിമറുന്നു. പൊന്നോടെ കുഴൽ ഞാൻ ഒളിച്ചു വയ്ക്കും എൻ്റെ പൊന്നോമന കണ്ണൻ തിരഞ്ഞു വരും. കണ്ണാരം പൊത്തി കളിക്കാൻ നീ എത്തുമ്പോൾ കണ്ണ നീ നല്ല കൂട്ടുകാരൻ. ഒന്ന് കിണങ്ങാനും വയ്യാത്ത കളിത്തോഴൻ. പൊന്നോടെ കുഴൽ ഞാൻ ഒളിച്ചു വയ്ക്കും എൻ്റെ പൊന്നോമന കണ്ണൻ തിരഞ്ഞു വരും. കണ്ണാരം പൊത്തി കളിക്കാൻ നീ എത്തുമ്പോൾ കണ്ണ നീ നല്ല കൂട്ടുകാരൻ. ഒന്ന് കിടങ്ങാൻ വയ്യാത്ത കളിത്തോഴൻ. വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി. ഈ ദിനത്തിൽ സകല ദേവീ ദേവന്മാരുടെയും സാന്നിധ്യം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്നത്തെ കഥയമ്മ ഗുരുവായൂർ ഏകാദശിയുടെ മഹാത്മ്യം വിവരിക്കുന്നു. കേൾക്കാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഡിസംബർ 1-ാം തീയതിയാണ്. വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശിയാണ്. ഇന്ന് സാക്ഷാൽ ഗുരുവായൂർ ഏകാദശിയാണ്. ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി വിശേഷങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഏകാദശി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു ഉത്സവം തന്നെയാണ്. അതിലുപരിയായിട്ട് ഏകാദശിക്കുള്ള പ്രാധാന്യം, ഏകാദശി യഥാർത്ഥത്തിലൊരു വ്രതം ആണ്. നമ്മൾ അനുഷ്ഠിക്കേണ്ട വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏകാദശി വ്രതം. എങ്ങനെയാണോ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഷഷ്ഠിവ്രതം, അതുപോലെ വൈഷ്ണവ സമ്പ്രദായത്തിൽ വിഷ്ണുവിൻ്റെ പ്രീതിക്കായിട്ട് നടത്തുന്ന വ്രതങ്ങളിൽ ഏറ്റവും മുൻഗണനാ രീതിയിൽ മുൻപിൽ നിൽക്കുന്ന വ്രതം തന്നെയാണ് ഏകാദശി വ്രതം. ഏകാദശി എന്ന ശബ്ദം ഭഗവാൻ ഉച്ചരിച്ച സമയത്ത് തന്നെ മുഴുവൻ ദുരാത്മാക്കൾക്കും, ഒരുപാട് പ്രയാസപ്പെടുന്ന ആത്മാക്കൾക്ക് ആ സമയം തന്നെ മോക്ഷം കിട്ടി എന്നൊരു കഥയുണ്ട്. ആ കഥയിലൂടെ അനുസ്മരിക്കുന്നത് ഏകാദശി വ്രതം കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്ന ഏതൊരാൾക്കും ആ വിഷ്ണു പദത്തെ പുൽകാൻ സാധിക്കും എന്നാണ്. രുക്മാംഗതൻ്റെ കഥയുണ്ട്, അംബരീക്ഷൻ്റെ കഥയുണ്ട്. ഇതൊക്കെ തന്നെ ഏകാദശിയുടെ മാഹാത്മ്യം വിളിച്ചോതുന്ന കഥകളാണ് ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. നോക്കൂ, ഏകാദശി വ്രതം തന്നെ 2 തരത്തിലാണുള്ളത്. ഒന്ന്, അംബരീക്ഷ പക്ഷം എന്ന പേരിലുള്ള ഒരു ഏകാദശി എടുക്കുന്ന രീതിയുണ്ട്. 2, രുക്മാംഗത പക്ഷം എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു രീതിയുണ്ട്. ഗുരുവായൂർ സമ്പ്രദായത്തിൽ, കേരളത്തിൽ പൊതുവിൽ 2ാമത്തെ രീതിയായിട്ടുള്ള രുക്മാംഗത പക്ഷത്തിലാണ് ഏകാദശി എടുക്കാറുള്ളത്. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പരിപൂർണമായിട്ടുള്ള സാന്നിധ്യം ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള സമയമാണ് ഏകാദശി എന്ന് പറയാറുണ്ട്. സാക്ഷാൽ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായിട്ട് പൂർണ്ണ ചൈതന്യത്തോടു കൂടി ഭഗവാൻ സാന്നിധ്യം ചെയ്യുന്ന സമയമാണ് ഏകാദശി. എല്ലാ തരത്തിലുള്ള ദേവതകളും ഇന്നേ ദിവസം ഭഗവാനെ കാണാനായിട്ട് ഗുരുവായൂരിലേക്ക് എത്തും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ഏകാദശിക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. മറ്റ് ഐതിഹ്യ വശങ്ങൾ നോക്കുകയാണെങ്കിൽ ഭഗവാന്റെ പ്രതിഷ്ഠ ഗുരുവും വായുവും ചേർന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വന്തം കൈകൊണ്ട് പൂജിച്ചിരുന്ന ആ പാതാളാഞ്ജന ശിലയിലുള്ള വിഗ്രഹം മഹാദേവൻ്റെ കാലുകൾ പതിഞ്ഞ ആ പുണ്യഭൂമിയിൽ പ്രതിഷ്ഠിച്ച ദിവസം ഏകാദശിയാണ് എന്നാണ് വിശ്വാസം. 2, സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് യുദ്ധത്തിൽ തളർന്നിരിക്കുന്ന അർജുനന് ഉപദേശം എന്ന രീതിയിൽ ഈ ലോകത്തിന് മുഴുവൻ വെളിച്ചമായി ആ പരമഗീതാമൃതം പകർന്നു കൊടുത്ത ദിവസവും ഏകാദശി ദിവസം ആണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഏകാദശി ഗീതാദിനം കൂടിയാണ്. ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ദശമി ദിവസം രാവിലെ തുറക്കുന്ന ഗുരുവായൂരപ്പൻ്റെ നട, ദശമി ദിവസം മുഴുവൻ ദർശനം, ഏകാദശി ദിവസം മുഴുവൻ ദർശനം, ദ്വാദശി ദിവസം 9 മണിവരെയും ദർശനം. ഏതാണ്ട് 56 മണിക്കൂർ ഗുരുവായൂരപ്പൻ്റെ നട ഇങ്ങനെ തുറന്നിരിക്കുന്ന സമയമാണ് ഗുരുവായൂർ ഏകാദശി കാലം. മറ്റ് പൂജകൾക്കായിട്ട് അടയ്ക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു തരത്തിലും ഭഗവാന്റെ നട ഗുരുവായൂർ ഏകാദശി കാലത്ത് അടയ്ക്കാറില്ല. 1 മാസം നീണ്ടു നിൽക്കുന്ന ഏകാദശി വിളക്കുകളുടെ അവസാനവും ഗുരുവായൂർ ഏകാദശി ദിവസമാണ്. ഇന്നേ ദിവസം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാന് കഴിഞ്ഞ വർഷം നടക്കാതെ പോയ ഒരു ഉദയാസ്തമയ പൂജ ഇന്നേ ദിവസം ഭഗവാന് ഗുരുവായൂർ നടക്കുകയും ചെയ്തു. അതിൻ്റെ സന്തോഷവും നമുക്കുണ്ട്. ഇനി ഭഗവാന്റെ ഭക്തരുടെ രീതി പറയുകയാണെങ്കിൽ ഭക്തരാണ് ഏകാദശി എടുക്കുന്നത്. ഭഗവാനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം.
അങ്ങനെ ഭക്തരിൽ ഭഗവാന് മനുഷ്യൻ മൃഗങ്ങൾ എന്നുള്ള ഭേദമൊന്നുമില്ല. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സേവകനായിട്ടുണ്ടായിരുന്ന ഗജരാജന്മാരിൽ അത്യുത്തമനായിട്ടുണ്ടായിരുന്ന സാക്ഷാൽ ഗുരുവായൂർ കേശവൻ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാനിൽ ലയിച്ചു ചേർന്നത് ഒരു ഏകാദശി ദിവസമാണ് എന്നാണ് വിശ്വാസമല്ല, അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. ഏകാദശി ദിവസമാണ് കേശവൻ്റെ ആ പ്രാണൻ ഭഗവാനിൽ ലയിക്കുന്നത്. ഇന്നും ഗുരുവായൂർ ഏകാദശിയുടെ തലേ ദിവസം, ദശമി ദിവസം കേശവനെ അനുസ്മരിക്കുന്ന ചടങ്ങ് ഗുരുവായൂർ നടക്കുന്നു. ഇങ്ങനെ എല്ലാ രീതിയിലും ഭഗവാന്റെ മുഴുവൻ പ്രൗഢി ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു വിശേഷപ്പെട്ട അവസരമാണ് ഗുരുവായൂർ ഏകാദശി. വ്രതമെടുക്കുന്ന നിരവധിയായിട്ടുള്ള ഭക്തർ ഒരു നോക്കെങ്കിലും ആ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഈ സുദിനത്തിൽ പുറത്ത് നിരവധിയായിട്ടുള്ള വിശേഷങ്ങൾ കൂടെ നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചെമ്പൈ സംഗീതോത്സവം. ഏകാദശിയായിട്ട് ബന്ധപ്പെട്ടാണ് ചെമ്പൈ ഭാഗവതർക്ക് ഭഗവാൻ ശബ്ദം തിരിച്ചു നൽകിയതിൻ്റെ ആ ഒരു ഓർമ്മ പുതുക്കലുമായി ബന്ധപ്പെട്ട് ചെമ്പൈ സംഗീതോത്സവവും നടക്കുന്നുണ്ട്. അപ്പോൾ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഏകാദശി വളരെയധികം പ്രാധാന്യമുള്ളതാണ്. എല്ലാ മാസവും ഏകാദശി ഉണ്ടെങ്കിലും ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്നത് ഈ വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശിക്കാണ്. ഇന്നേ ദിവസം ഭഗവാന്റെ ആ ഏകാദശി നോമ്പ്, ഏകാദശി വ്രതം എടുക്കാൻ സാധിച്ച മുഴുവൻ ആളുകളെയും ഗുരുവായൂരപ്പൻ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ആത്യന്തികമായിട്ട് നമ്മളിലുള്ള ഗുരുവായൂരപ്പനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏകാദശി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉപവാസം എന്നാണ് പറയുക. ഉപവാസം എന്ന ശബ്ദത്തിനർത്ഥം അടുത്തിരിക്കുക എന്നുള്ളതാണ്. കേവലം ഭക്ഷണ ക്രമീകരണം മാത്രമല്ല ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യം. അന്നേ ദിവസം പരമാവധി സമയം നമ്മുടെ മനസ്സിലും ശരീരത്തിലും വാക്കിലും ഭഗവാൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, ഭഗവാന്റെ നാമങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതുകൊണ്ട് ആർക്കെങ്കിലും ഇപ്പോഴും വൈകിട്ടില്ല, ഇപ്പോഴും ഒരു തരത്തിലുള്ള സമയവും പോയിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആർക്കെങ്കിലും ഏകാദശി വ്രതം എടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ നിമിഷം മനസ്സുകൊണ്ട് ഭഗവാനെ അത്രയധികം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് കഴിയാവുന്ന അത്ര സമയം ഭഗവാന്റെ നാമം നാരായണ നാരായണ എന്നുള്ള നാമം ചൊല്ലിക്കൊണ്ട് ഈ ഏകാദശി വ്രതത്തിൻ്റെ പുണ്യത്തിൻ്റെ ഒരു ഭാഗം അനുഭവിക്കാൻ നിങ്ങൾക്കും തീർച്ചയായിട്ടും സാധിക്കും. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എല്ലാ കാലത്തും ഉണ്ടാവട്ടെ. ഭഗവാൻ വാതാലയേശനാണ്, സൽപുത്രദായകനാണ്, എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും തരുന്ന കൽപ്പവൃക്ഷമാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ഈ ഗുരുവായൂർ ഏകാദശി ദിവസം, ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ച് ഗുരുവായൂരപ്പനെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരായിട്ടുള്ള നിങ്ങളോട് സംസാരിക്കാൻ ഭാഗ്യം തന്ന ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നേ ദിവസം വിടവാങ്ങുന്നു. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഏകാദശി ആശംസകൾ. ദേവഗുരുവായ ബൃഹസ്പതിയും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ചതാണ് ഗുരുവായൂരിലെ പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം. കേരളത്തിലെ നിരവധി വൈഷ്ണവ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകളെക്കുറിച്ചും ഇത്തരത്തിലുള്ള ചില വിശ്വാസങ്ങൾ നിലവിലുണ്ട്. ഋഷികൾ, ഇതിഹാസ നായകന്മാർ, ദേവന്മാർ എന്നിവരെല്ലാം പൂജിച്ചതായി പറയപ്പെടുന്ന വിഗ്രഹങ്ങളാണ് പല പ്രാചീന വിഷ്ണു ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഏതായാലും ഇനി നമുക്ക് ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം. ഗുരുവായൂർ ഏകാദശി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ വിശ്വാസവും വാത്സല്യവും ഏറ്റുവാങ്ങിയ മൂർത്തിയാണ് ശ്രീകൃഷ്ണൻ. കൃഷ്ണസങ്കല്പത്തിൽ ഭക്തജനങ്ങൾ ആരാധിച്ചു വരുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനമായ ക്ഷേത്രമാണ് ഗുരുവായൂർ. ഈ ക്ഷേത്രത്തിന്റെ പേരിലാണ് ഈ നഗരം തന്നെ അറിയപ്പെടുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ ജില്ലാ കേന്ദ്രത്തിൽ നിന്ന് 26 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യസ്ഥാനമാണ് ഗുരുവായൂർ. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണനല്ല, ചതുർബാഹുവായ മഹാവിഷ്ണുവാണ്. കേശവായ അംഗുഷ്ടാഭ്യാം നമഃ, നാരായണായ തർജനീഭ്യാം നമഃ, മാധവായ മധ്യമാഭ്യാം നമഃ, ഗോവിന്ദായ അനാമികാഭ്യാം നമഃ. വിഷ്ണു വിഗ്രഹത്തെ കൃഷ്ണനായി കൽപ്പിക്കുന്നതിനും വ്യക്തമായ കാരണമുണ്ട്. കാരാഗൃഹത്തിൽ കിടന്ന വസുദേവർക്കും ദേവകിക്കും ദർശനം നൽകിയ ഭാവമാണ് ഗുരുവായൂരിലെ മഹാവിഷ്ണുവിന് എന്നാണ് വിശ്വാസം. അതിനാലാണ്
ഉണ്ണിക്കണ്ണനായി ആരാധിക്കപ്പെടുന്നത്. പീലി ചൂടിയോ വനമാല ചാർത്തിയോ ഗോപനന്ദനൻ മായ കാട്ടി നിന്നുവോ. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എത്ര വലുതായാലും മക്കൾ ഓമനകളായ ഉണ്ണികളാണ് എന്ന സങ്കല്പം ഇവിടുത്തെ ആരാധനാമൂർത്തിയുടെ കൃഷ്ണഭാവത്തിന് ബലമേകുന്നു. ക്ഷേത്രനാമത്തെക്കുറിച്ചുള്ള ഐതിഹ്യവും ക്ഷേത്രോൽപത്തി കഥയും ഏറെ പ്രസിദ്ധമാണ്. സൃഷ്ടികർമ്മത്തിൽ മുഴുകിയിരുന്ന ബ്രഹ്മാവ് തനിക്കും തന്റെ സൃഷ്ടികൾക്കും മോക്ഷം ലഭിക്കുന്നതിനുള്ള മാർഗം തെളിക്കണമെന്ന് വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു. അതിനായി വിഷ്ണു തന്റെ രൂപത്തിലുള്ള ഒരു അഞ്ജന വിഗ്രഹം ബ്രഹ്മാവിന് സമ്മാനിച്ചു. ബ്രഹ്മാവ് പിന്നീട് ഈ വിഗ്രഹം സുതപസ് എന്ന രാജാവിന് നൽകി. സന്താനഭാഗ്യത്തിനായി വിഷ്ണുവിനെ തപം ചെയ്തിരുന്ന സുതപസ് ഈ വിഗ്രഹം നിത്യേന ഭക്തിയോടെ പൂജിച്ചു. ഒരു നാൾ വിഷ്ണു പ്രത്യക്ഷനാകുകയും 3 ജന്മങ്ങളിൽ താൻ സുതപസിന്റെ പുത്രനായി ജനിക്കും എന്ന് വരം നൽകുകയും ചെയ്തു. 3-ാം ജന്മത്തിൽ സുതപസ് വസുദേവരും വിഷ്ണു കൃഷ്ണനുമായി ജനിച്ചു. വസുദേവർ ആരാധിച്ചിരുന്നതും തലമുറകളായി കൈമാറി വന്നതുമായ ആ വിഗ്രഹം കൃഷ്ണന്റെയും ആരാധനാമൂർത്തിയായി. കൃഷ്ണൻ ദ്വാരകയിലും ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വന്നു. ദ്വാരക വെള്ളത്തിൽ മുങ്ങുന്നതിനു മുമ്പ് നാട്ടിലെ സകലതിനെയും ജലം വിഴുങ്ങുമ്പോൾ ഈ വിഷ്ണു വിഗ്രഹം മാത്രം പൊങ്ങിക്കിടക്കുമെന്നും അത് ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിക്കണമെന്നും കൃഷ്ണൻ ഉദ്ധവരെ ചട്ടം കെട്ടി. ദ്വാരക പ്രളയത്തിൽ മുങ്ങി. അലകൾക്ക് മുകളിൽ വിഷ്ണു വിഗ്രഹം ഒഴുകി നടന്നു. തിരമാലകൾക്ക് മുകളിൽ പൊങ്ങിക്കിടന്ന വിഷ്ണു വിഗ്രഹത്തെ വായുവിന്റെ സഹായത്തോടെ ബൃഹസ്പതി ഏറ്റെടുത്തു. വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉചിതമായ സ്ഥാനം തേടി ആകാശമാർഗേണ സഞ്ചരിച്ച ബൃഹസ്പതിയും വായുവും ഭാരതത്തിന്റെ തെക്കുഭാഗത്തായി ഒരു സ്ഥാനം കണ്ടെത്തുകയും വിശ്വകർമാവിന്റെ സഹായത്തോടെ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ സ്ഥലം എന്നതുകൊണ്ട് തന്നെ ഇവിടം ഗുരുവായൂർ എന്ന പേരിൽ പ്രസിദ്ധമായി. ഇതാണ് ഗുരുവായൂരിനെ സംബന്ധിച്ച ഐതിഹ്യം. कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे. ഗുരുവായൂരിന്റെ ചരിത്രം അന്വേഷിച്ചാൽ 14-ാം നൂറ്റാണ്ടിലെ മണിപ്രവാള കൃതിയായ കോക സന്ദേശത്തിൽ തന്നെ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശം കാണാൻ കഴിയും. 16-ാം നൂറ്റാണ്ടിലെ നിരവധി കൃതികളിൽ ഗുരുവായൂരിനെ കുറിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ട്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഈ ക്ഷേത്രം തകർക്കപ്പെടുമോ എന്ന് ഭയന്ന ഭക്തർ വിഗ്രഹം അമ്പലപ്പുഴയിൽ സൂക്ഷിച്ചിരുന്നതായി പറയപ്പെടുന്നു. ആനന്ദലോല കൃഷ്ണ എന്റെ ശ്രീനന്ദ ബാലകൃഷ്ണ കാത്തരുളീടു കൃഷ്ണ കണി കണ്ടൊരൻ ശ്യാമകൃഷ്ണ. 1970-ലുണ്ടായ തീപിടുത്തത്തിൽ ശ്രീകോവിലും വിഗ്രഹങ്ങളും ബലിക്കല്ലും മാത്രം അവശേഷിച്ചു. കാലക്രമേണ ക്ഷേത്രത്തെ പുനർനിർമ്മിക്കുകയായിരുന്നു. ഇങ്ങനെ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷിയാണ് ഗുരുവായൂർ. വസുദേവദേവ കൃഷ്ണ എന്റെ വനമാലിയായ കൃഷ്ണ. മേൽപ്പത്തൂരും പൂന്താനവുമെല്ലാം ഈ തിരുനടയിൽ സാധന നടത്തിയവരാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിശേഷ ദിനങ്ങൾ ഏറെയുണ്ടെങ്കിലും വൃശ്ചിക മാസത്തിലെ ഏകാദശി ഇവിടെ പ്രധാനമാണ്. ആ ദിനം ഗുരുവായൂർ ഏകാദശി എന്ന പേരിൽ അറിയപ്പെടുന്നു. സന്താപമാറ്റു കൃഷ്ണ സ്നേഹ
സ്നേഹസന്മാർഗമേകു കൃഷ്ണ. ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. കൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധവേളയിൽ അർജുനന് ഗീത ഉപദേശിച്ചതും ഈ ദിനമാണെന്നൊരു വിശ്വാസം നിലവിലുണ്ട്. കേരളത്തിൽ സ്വന്തമായി ഏകാദശി ആഘോഷങ്ങളുള്ള അപൂർവം വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ. ഈ ദിനത്തിൽ സകല ദേവീദേവന്മാരും വിഷ്ണുവിനെ സന്ദർശിക്കാനായി ഇവിടെ എത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ അന്നേ ദിവസം നടത്തുന്ന ക്ഷേത്ര ദർശനം ഏറ്റവും മഹത്തരമായി കണക്കാക്കപ്പെടുന്നു. സംഗീതോത്സവം, വിശേഷ പൂജകൾ, ഗുരുവായൂർ കേശവൻ അനുസ്മരണം, പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള ഘോഷയാത്ര എന്നിങ്ങനെ വിശിഷ്ടമായ ചടങ്ങുകൾ ഗുരുവായൂർ ഏകാദശിയെ പ്രൗഢഗംഭീരമാക്കുന്നു. രസകരമായ നിരവധി ഐതിഹ്യ കഥകൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാണാനാകും. നിരവധി അനുഭവ കഥകളും ഈ ക്ഷേത്രത്തിന്റെ മഹത്വം വിളിച്ചോതുന്നു. ഏതായാലും ഭക്തിയിൽ സ്നേഹവാത്സല്യങ്ങൾ ചാലിച്ച് ഈ തിരുനടയിൽ കൈകൂപ്പി നിന്നവരാരും വെറും കൈയുമായി മടങ്ങിയിട്ടില്ല. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. മനസ്സിൽ സ്നേഹം നിറച്ചുകൊണ്ടേയിരിക്കുക. മനസ്സാകുന്ന വിളക്ക് മങ്ങാതെ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കട്ടെ. അതിൻ്റെ ഊഷ്മളത നമ്മുടെ ശരീരത്തിനും അതിൻ്റെ പ്രകാശം നമ്മുടെ കണ്ണുകൾക്കും കരുത്തു പകരട്ടെ. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.